ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ് ഹരിദാസ്, കരിയർ കോച്ച്. നിങ്ങളെല്ലാവരും 10th എക്സാമൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു എൻജോയ്മെൻറ്റ് മൂഡിലേക്ക് എത്തിയിരിക്കുന്ന സമയമായിരിക്കും. നന്നായി എൻജോയ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ കുറച്ച് സമയം മാറ്റി വെച്ചുകൊണ്ട് ഒരു ബേസിക് കമ്പ്യൂട്ടർ കോഴ്സിന് ചേരുന്നത് നല്ലതായിരിക്കും. അത് നിങ്ങളുടെ ഹയർ സ്റ്റഡീസിനൊക്കെ നന്നായി ഗുണം ചെയ്യും. എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. ഏകദേശം ഒരു മാസം കൂടി കഴിയുമ്പോൾ +1 ഏത് സ്ട്രീമിന് ചേരണമെന്നതിനെക്കുറിച്ച് നിങ്ങളൊരു ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഇപ്പം തന്നെ ഡിസിഷൻ എടുത്തിരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ചിലർ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ഒരു തീരുമാനം എടുക്കാമെന്ന് കരുതുന്നവരുണ്ടാവാം. എന്തു തന്നെയായാലും ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില ബേസിക് കാര്യങ്ങളെക്കുറിച്ച് ഞാനൊന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരിക്കലും ഒരു സ്ട്രീം തിരഞ്ഞെടുക്കാതിരിക്കുക. അങ്ങനെ തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ ചിലപ്പോൾ +2 ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ചില പേപ്പറുകളൊക്കെ വീണ്ടും എഴുതേണ്ടതായിട്ട് വരും. അതുകൊണ്ട് പൂർണ്ണമായും ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്ന സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട സ്ട്രീം തിരഞ്ഞെടുക്കുക. ഉദാഹരണം, സയൻസ്, മാത്സ് പോലുള്ള സബ്ജക്റ്റുകളിൽ നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ സയൻസ് സ്ട്രീം നല്ലൊരു ഓപ്ഷനാണ്. അല്ല, ലാംഗ്വേജ്, അതുപോലെ തന്നെ സോഷ്യൽ, അതുപോലെ ഒരു ജനറൽ സബ്ജക്റ്റുകളോടുള്ള താല്പര്യം, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഹ്യൂമാനിറ്റി സ്ട്രീം നന്നായിരിക്കും. അല്ല, മാത്തമാറ്റിക്കൽ എബിലിറ്റി ഉണ്ടായിരിക്കുക, അതുപോലെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കുക, ബിസിനസ്സുകളോടൊക്കെ ചെറിയ താല്പര്യം ഉണ്ടായിരിക്കുക, ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊമേഴ്സ് സ്ട്രീം നല്ലതാണ്. അങ്ങനെ പെർഫോം ചെയ്യാൻ കഴിയുന്ന സബ്ജക്റ്റുകൾക്കനുസരിച്ചുള്ള കോഴ്സ് എപ്പോഴും തിരഞ്ഞെടുക്കാനായി ശ്രമിക്കുക. അടുത്തൊരു കാര്യം, നിങ്ങളൊരു സ്ട്രീം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ഓപ്ഷണൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇലക്റ്റീവ് സബ്ജക്റ്റും ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഹയർ സ്റ്റഡീസിന് ആവശ്യമായ ഇലക്റ്റീവ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഓപ്ഷണൽ സബ്ജക്റ്റ് വേണം തിരഞ്ഞെടുക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, സയൻസ് വിഷയത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. മെഡിക്കൽ റിലേറ്റഡുമായി ബന്ധപ്പെട്ട കോഴ്സിന് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ബയോളജി തന്നെ ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കണം. അല്ലാത്തവർക്ക് പിന്നീട് മെഡിക്കൽ റിലേറ്റഡായി ബന്ധപ്പെട്ട കോഴ്സുകൾക്ക് പോകാനായിട്ട് സാധിക്കില്ല. മറ്റൊരു കാര്യം, നിങ്ങൾ സ്കൂൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ പരമാവധി അടുത്തുള്ള സ്കൂളുകൾ ഓപ്ഷനായി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനൊരു കാരണമുണ്ട്. സാധാരണ ഈ ഹയർ സെക്കൻഡറിയുടെ പഠന സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 9:30 മുതൽ 4:30 വരെയൊക്കെ ആയിരിക്കും. ഇങ്ങനെ ഒരു നീണ്ട സമയമുള്ളത് കൊണ്ട് നിങ്ങൾ അകലെയുള്ള സ്കൂളുകളാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് യാത്രയ്ക്ക് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരികയും വീട്ടിൽ വന്നാൽ കൃത്യമായി പഠിക്കാനുള്ള സമയം കിട്ടാതിരിക്കുകയും അല്ലെങ്കിൽ എക്സ്ട്രാ ക്ലാസ്സിന് ഒക്കെ വേണ്ട സമയം കിട്ടാതിരിക്കുകയും ചെയ്യുമെന്നതുകൊണ്ട് പരമാവധി അടുത്തുള്ള സ്കൂളുകൾ തന്നെ ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതൊക്കെ ചെയ്താലും നമുക്ക് ഒട്ടേറെ കൺഫ്യൂഷൻസും ഡൗട്ട്സൊക്കെ ഉണ്ടായിരിക്കും. സാധാരണ ഈ 3 സ്ട്രീമേ ഉള്ളതെങ്കിലും നമുക്കൊരു 3000-ലേറെ ഡൗട്ട്സും കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരിക്കും. ഇതെങ്ങനെയാണ് നമുക്ക് തീർക്കാൻ സാധിക്കുക? നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിനോട് ചോദിക്കാം, പാരൻസിനോട് ചോദിക്കാം, ഫ്രണ്ട്സിനോട് സംസാരിക്കാം. ഇതിനൊന്നും സംതൃപ്തരായില്ലെങ്കിൽ നല്ലൊരു കരിയർ എക്സ്പെർട്ടിനെ കണ്ട് കൃത്യമായി പ്ലാൻ ചെയ്ത് തീരുമാനമെടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അവസാനമായി പറയാനുള്ളത്, ഓരോ സ്ട്രീമും ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു വരുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഓരോ സ്ട്രീമിൻ്റെയും അവസരങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിയുക, അതിനനുസരിച്ച് നമ്മുടെ പഠനത്തെ പ്ലാൻ ചെയ്യുക, നമ്മുടെ ലക്ഷ്യങ്ങളെ നിർണ്ണയിക്കുക, മുന്നോട്ട് പോവുക. അങ്ങനെ ചെയ്താൽ തീർച്ചയായും നമ്മളുടെ കൂടെ വിജയം ഉണ്ടായിരിക്കും. നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്ന സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും മികച്ച പ്രകടനം നടത്താനായി സാധിക്കും. ഓൾ ദ ബെസ്റ്റ്.